ഹായ് ഓൾ, നമ്മളങ്ങനെ ഡെൻ്റൽ പി എസ് സിയുടെ ഒരു പാർട്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരു ഡെൻ്റൽ പി എസ് സിക്ക് മാത്രമല്ല, നേരെ മറിച്ച് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണിത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റാണ്. ഇപ്പം സിസ്റ്റിൻ്റെ ബാക്കി ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ നമുക്ക് വെവ്വേറെ വീഡിയോസിലായിട്ട് ചെയ്യാം. ഒറ്റ വീഡിയോസിലാകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും ബോറടിക്കും, നമുക്ക് ഒന്നും മനസ്സിലാവില്ല. സോ ഓരോന്ന് നമുക്ക് നോക്കാം. കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റം ഇപ്പോൾ പി എസ് സി വ്യൂവിലാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അല്ലേ. അപ്പം ഇതിൽ അതിൻ്റെ വേറെ നെയിംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റം എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷേ ചില സാഹചര്യത്തിൽ ആ വാക്ക് ഉപയോഗിക്കണമെന്നില്ല, പകരം കെരട്ടനൈസിങ് ഓഡോണ്ടോജനിക് സിസ്റ്റമെന്നോ അല്ലെങ്കിൽ ഗോർലിൻ സിസ്റ്റമെന്നോ ഒക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ കാര്യവും COCയെ പറ്റി അറിയാം, പക്ഷേ അതിൻ്റെ വേറൊരു നെയിമാണ് ഗോർലിൻ സിസ്റ്റം എന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഓപ്ഷനിൽ COC എന്നായിരിക്കില്ല, ഗോർലിൻ സിസ്റ്റം എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അറിയാത്തതിൻ്റെ പേരിൽ തെറ്റരുത്. അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കെരട്ടനൈസിങ് കാൽസിഫൈങ് എപ്പിത്തീലിയൽ ഓഡോണ്ടോജനിക് സിസ്റ്റം, ഗോർലിൻ സിസ്റ്റം, സിസ്റ്റിക് കെരട്ടനൈസിങ് ട്യൂമർ, ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഓഡോണ്ടോജനിക് അല്ല, നമ്മളിപ്പോൾ കണ്ട കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റമാണ്. ഇനി നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോഴെല്ലാം ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഒരു റിവിഷൻ നോട്ട്ബുക്ക് എന്നുള്ള രീതിയിൽ അതിൽ നോട്ട് ചെയ്യുക. കാരണം നമുക്ക് മൊത്തം ഷെയർഫോഴ്സോ ബാക്കി ടെക്സ്റ്റ് ബുക്കുകളോ കവർ ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് നോട്ട്സുകളായിരിക്കും എക്സാമിന് തൊട്ട് മുമ്പ് പ്രിപ്പറേഷന് യൂസ്ഫുൾ ആവുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. സോ നിങ്ങൾക്ക് സ്ലൈഡ് കോപ്പി ചെയ്യുന്നത് കൊണ്ട് ടൈം വേസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൻ്റെ വേറെ നെയിംസ് എന്തൊക്കെയാണ്? കെരട്ടനൈസിങ് ഓർ കാൽസിഫൈങ് എപ്പിത്തീലിയൽ ഓഡോണ്ടോജനിക് സിസ്റ്റം, ഗോർലിൻ സിസ്റ്റം, അതുപോലെ സിസ്റ്റിക് കെരട്ടനൈസിങ് ട്യൂമർ, ഇതൊക്കെ എന്താണ്? കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റാണ്. സോ ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ സിസ്റ്റാണ്, പക്ഷേ ഇറ്റ്സ് വെരി റെയർ അല്ലേ. ഇറ്റ്സ് എ വെരി റെയർ വെൽ സർക്കംസ്ക്രൈബ്ഡ് ലീഷൻ ആണ് അല്ലേ, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഓഡോണ്ടോജനിക് എപ്പിത്തീലിയം. അങ്ങനെ നമുക്ക് എന്തിനെ പറ്റി പറയാം? കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റിനെ പറ്റി ചുരുക്കി നമുക്ക് മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. പക്ഷേ സം ടൈം ഇറ്റ് മേ ബി റിസംബിൾ ലൈക്ക് അമിലോബ്ലാസ്റ്റോമ. മെയിൻലി അതിൻ്റെ ആ ഒരു എപ്പിത്തീലിയൽ ലൈനിങ്ങും അതിൻ്റെ പ്രൊലിഫറേഷനും നമ്മൾ ഹിസ്റ്റോളജി നോക്കിയാലാണെങ്കിലും നമുക്ക് എന്ത് തോന്നും? ഇറ്റ്സ് റിസംബിളിങ് ലൈക്ക് അമിലോബ്ലാസ്റ്റോമ. പക്ഷേ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കീ ഫീച്ചർ ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, ദാറ്റ് ഈസ് ഗോസ്റ്റ് സെൽ. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ ഗോസ്റ്റ് സെൽസ് ഓർ സ്പെറിക്കൽ കാൽസിഫിക്കേഷൻ. വാട്ട് ഈസ് ഗോസ്റ്റ് സെൽ? ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഗോസ്റ്റ് സെൽ എന്താണ്, എങ്ങനെയാണ് COC നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇറ്റ് റിസംബിൾ ലൈക്ക് ഫോളിക്കുലർ അമിലോബ്ലാസ്റ്റോമ. പക്ഷേ ഈ ഗോസ്റ്റ് സെൽസിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? COCയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇവിടെ ഞാനൊരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു എക്സ്റേ തന്നിട്ടുണ്ട്. ഇതിൽ ഈ ഇമേജ് ഇപ്പോൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ വിട്ടേക്കും, ഈ ഇമേജ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. COCയെ പറ്റി നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇമേജ് മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയാവും. ഈ ഒരു എക്സ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ COC എന്താണെന്ന് നിങ്ങൾ മറക്കുകയില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റേഡിയോ ലൂസൻസ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഒബ്വിയസ് ആയിട്ട് എന്താണ്? സിസ്റ്റാണ് അല്ലേ. സോ ദാറ്റ് ഈസ് കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഒരു എന്താ പറയുക, ഫോസേ ഓഫ് ദാറ്റ് കാൽസിഫിക്കേഷൻ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫോസി ഓഫ് റേഡിയോ ഒപ്പേസിറ്റീസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ചെറിയ കാൽസിഫൈഡ് ഏരിയാസ് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒപ്പേക്ക് ഏരിയാസ് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഗോസ്റ്റ് സെൽ. അതാണ് ഗോസ്റ്റ് സെൽസ്. സോ ഈ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റേഡിയോലൂസൻ്റ് ഏരിയ, അതിനകത്ത് ഇതുപോലെയുള്ള ഫോസേ ഓഫ് ഒപ്പേസിറ്റീസ് ഒക്കെ വരുന്ന ഇതിനെയാണ് ഗോസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റിനെ പറ്റി ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ്, ഇത് തീർച്ചയായിട്ടും ഒരു PSC ഒരു ബേസിലാണ്. സോ കുറച്ച് MCQ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഒരുപാട് ഹിസ്റ്ററിയിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട. പക്ഷേ കാൽസിഫൈങ് ഓഡോണ്ടോജനിക് സിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് നോട്ട് എ വൺ ലീഷൻ. ഒരു ഒറ്റ കണ്ടീഷൻ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഹെട്രോജീനസ് ഗ്രൂപ്പ് ഓഫ് ലീഷൻ ആണ് അല്ലേ. ഹെട്രോജീനസ് ലീഷൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് എന്ത് COC എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ഇറ്റ് മേ ബി സിസ്റ്റിക് ലീഷൻ ആവാം, ഇറ്റ് മേ ബി എ നിയോപ്ലാസ്റ്റിക് ലീഷൻ,
mutation, sometimes it has malignant transformation. So different pathological characteristics അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിഹേവിയറൽ പാറ്റേൺസ് ഫീച്ചേഴ്സ്, അപ്പം അങ്ങനെയൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഇങ്ങനെ ഒരു ഡൈവേഴ്സിറ്റീസ് ഇത് കാണിക്കുന്നതുകൊണ്ട് തന്നെ തുടക്കം തൊട്ടേ സയൻറ്റിസ്റ്റ് ഹാവ്സ് എ കൺഫ്യൂഷൻ, ഇതിനെ ഏതിൽ കാറ്റഗറൈസ് ചെയ്യും, സിസ്റ്റായിട്ട് വേണോ അതോ ഒരു ട്യൂമറായിട്ട് കൺസിഡർ ചെയ്യണോ, അതൊരു കൺഫ്യൂസ്. കാരണം കുറച്ച് നോക്കുവാണെങ്കിൽ ചില ലീഷൻസിൻ്റെ ഒരു നിയോപ്ലാസ്റ്റിക് ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും, ചിലതിനതില്ല, ചിലത് സിസ്റ്റിക് ഫോമില, ചിലത് സോളിഡ് ഫോമില. സോ ദർ വാസ് എ കൺഫ്യൂഷൻ. സോ അങ്ങനെ ഏതിൽ ഇൻക്ലൂഡ് ചെയ്യും, അങ്ങനെ ഒരുപാട് തിയറീസ് വന്നു. നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗോൾഡാണ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, സയൻറ്റിസ്റ്റുമാരുടെ പേരൊക്കെ. സോ നമുക്കങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ വന്നു. അവസാനം 92-ൽ WHO ഇതിനെ ഒഡോണ്ടോജനിക് ട്യൂമർ എന്നൊരു കാറ്റഗറിയിലാണ് കാൽസിഫൈങ് ഒഡോണ്ടോജനിക് സിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അറ്റ് പ്രസൻറ്റ് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, കാൽസിഫൈങ് ഒഡോണ്ടോജനിക് സിസ്റ്റ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന എന്തിലാണ്, ഒഡോണ്ടോജനിക് ട്യൂമറിലാണ്. അതിന് കാരണം ഇതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒരു ടെർമിനോളജി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്നതിനോ മൊത്തത്തിൽ നമുക്കൊരു എന്താണ് ഇത് സിസ്റ്റാണോ ട്യൂമറാണോ എന്നൊരു കാര്യത്തിൽ ഒരു ഉത്തരമില്ലാത്തത് കൊണ്ട് അങ്ങനെ WHO ഫൈനലി ഇതിനെ ഒഡോണ്ടോജനിക് ട്യൂമറിൻ്റെ അണ്ടറിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വൺ ലീഷൻ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇറ്റ്സ് നോട്ട് വൺ ലീഷൻ അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഹെറ്ററോജീനസ് ലീഷൻസ്. ഓക്കെ, ഹാവിങ് എ ഡിഫറെൻറ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ബിഹേവിയറൽ ഫീച്ചേഴ്സ്. ഓക്കെ, ആൻഡ് COC മേ ബി പ്രസൻറ്റ് ആസ് ഇൻട്രാ-ഓഷ്യസ് സിസ്റ്റിക് ലീഷൻ ഓർ അസോസിയേഷൻ വിത്ത് ഒഡോണ്ടോമാസ്. ഇനി COC ഇൻട്രാ-ഓഷ്യസ് ലീഷൻ ആയിട്ടും കാണാം, അതുപോലെ സംടൈം ഇറ്റ് മേ ബി present as extra-osseous lesion, periapical lesions ആയിട്ടും peripheral lesions ആയിട്ടും ഒക്കെ ഇത് പ്രത്യക്ഷപ്പെടാം. സോ ഇൻട്രാ-ഓഷ്യസ് ലീഷൻസിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടല്ലോ, അകത്തെ ഒരു ബോണി ചേഞ്ചസ്, ഒരു സിസ്റ്റ് ഫോർമേഷൻ, റേഡിയോലൂസൻസ് ഇതുപോലെയൊക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു എക്സ്ട്രാ ഊഷ്യസ് ആയിട്ടുള്ള ലീഷന് ജിഞ്ചേവയിലായിരിക്കാം മേ ബി പ്രസൻറ്റ് ആവുന്നത്. മേ ബി ഒരു സ്വെല്ലിങ്സ് പോലെ ജിഞ്ചേവയിൽ പ്രസൻസ് വരുന്നതാണ് എക്സ്ട്രാ ഊഷ്യസ് ആയിട്ടുള്ള ലീഷൻസ്. ഓക്കെ, ആൻഡ് സം ഓഫ് ദ കേസസ് ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഒഡോണ്ടോമാസ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇതിൽ കണ്ടില്ലേ, ഈ ഒരു കാൽസിഫൈഡ് ഈ ഫോസൈസ് മേ ബി ഒഡോണ്ടോമാസ്. സോ ഒഡോണ്ടോമാസ് ായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് COCs കാണപ്പെടുന്നുണ്ട്. ഇൻട്രാ-ഓഷ്യസ് ലീഷൻസും ഉണ്ട്, എക്സ്ട്രാ-ഓഷ്യസ് ലീഷൻസും ഉണ്ട്. നമ്മൾ പറഞ്ഞ ഓഷ്യസിനകത്ത് വരുന്നതാണ് ജിഞ്ചേവൽ ലീഷൻസ് ഒക്കെ. സ്വെല്ലിങ്സ് ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ പെയിൻലെസ് സ്വെല്ലിങ്സ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇതിന് ചില വേരിയൻസിന് നിയോപ്ലാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡെൻറ്റിനോജനിക് ഗോസ്റ്റ് സെൽ ട്യൂമർ. സോ നിയോപ്ലാസ്റ്റിക് വേരിയൻഷൻ എന്ന് പറയുന്ന പേരാണ് ഡെൻറ്റിനോജനിക് ഗോസ്റ്റ് സെൽ ട്യൂമർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. കുറച്ച് കാര്യം ഇപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലോട്ട് എത്തിയില്ലെങ്കിലും സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന പോയിന്റ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക, പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. ഒരു ഐഡിയ COC എന്താണെന്നുള്ളൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളൊരു ഷെഫേഴ്സ് വായിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആ ലൈൻസ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ദ നിയോപ്ലാസം ഈസ് നോൺ ആസ് ഡെൻറ്റിനോജനിക് ഗോസ്റ്റ് സെൽ ട്യൂമർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്, കാൽസിഫൈങ് ഒഡോണ്ടോജനിക് സിസ്റ്റിനെ പറ്റിയാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗോർലിംഗ്. സോ ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഒരു ഒഡോണ്ടോജനിക് ലീഷനെ, ഇത്ര വ്യത്യസ്തതയുള്ള, ഇത്ര പ്രത്യേകതകളുള്ള, ഡൈവേഴ്സിറ്റി ഉള്ള ഈ ഒരു ലീഷനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്, ഗോർലിനാണ്. ഗോർലിനാണ് ഇതിനെ നമ്മൾ കാൽസിഫൈങ് ഒഡോണ്ടോജനിക് സിസ്റ്റ് എന്നൊക്കെ ഒരു പേരൊക്കെ കൊടുത്ത് ഇതിനെ 1962 ഈ 1962 കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 1963 ആയപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിനെ കെരട്ടനൈസിങ്, നമ്മൾ പറഞ്ഞില്ലേ ഒഡോണ്ടോജനിക് സിസ്റ്റ് എന്നൊരു പേരിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഫസ്റ്റ് ഗോർലിൻ പറഞ്ഞു, അത് കഴിഞ്ഞ് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആര് പറഞ്ഞു, നമ്മുടെ ഗോർലിന് ശേഷം ഗോൾഡ് പറഞ്ഞു. കെരട്ടനൈസിങ് എന്നൊരു വാക്കുകൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്, ഗോൾഡ് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഈ രണ്ട് കൂട്ടരും എന്താണ്, സിസ്റ്റം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഗോർലിൻ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഇതിനെ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വന്ന കുറച്ച് സയൻറ്റിസ്റ്റുമാരുണ്ട്, അവരിതിനെ ട്യൂമർ എന്നൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയത്. എനിവേ സിസ്റ്റ് ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും എന്താണെങ്കിലും ഈ സയൻറ്റിസ്റ്റുമാരെല്ലാം കോമൺ ആയിട്ട് അതിൽ ഹിസ്റ്റോപത്തോളജി നോക്കിയപ്പോഴും അല്ലെങ്കിൽ എക്സ്റേസ് നോക്കിയപ്പോഴും ഒക്കെ കണ്ടൊരു ഫീച്ചർ ഗോസ്റ്റ് സെല്ലിൻ്റെ പ്രസൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് മജോറിറ്റി കേസസിൽ വന്നുണ്ട് ഗോസ്റ്റ് സെൽസിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതാണ് അവർ ഫൈനലൈസ് ചെയ്തത്, ഇതൊരു സ്പെഷ്യൽ ലീഷനാണ്, പക്ഷേ ഗോസ്റ്റ് സെല്ലിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. ദെൻ അതിൽ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് ആരാന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു, ഗോർലിനാണ്. 1962 1963 ഗോൾഡ് പറയുന്നത്. ഓക്കെ,
ഇനി നിയോപ്ലാസ്റ്റിക് വേരിയൻറ്റ് വരുമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ അതിൻ്റെ പേര് മെൻഷൻ ചെയ്തു. ഇത് യൂഷ്വലി എന്തായിരിക്കും, അഗ്രസീവ് ആയിരിക്കും ആൻഡ് മലിഗ്നന്റ് നിയോപ്ലാസം ആയിരിക്കും, വിച്ച് ഈസ് ടേംഡ് ആസ് കോസ്റ്റൽ സെൽ ഒഡോന്റോജനിക് കാർസിനോമ. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് അല്ലേ. ഇനി സിസ്റ്റിക് വേരിയേഷൻ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു സോളിഡ് വേരിയേഷൻസ് ഉണ്ട്, ചിലപ്പോൾ മലിഗ്നന്റ് ഫോർമേഷൻ ആയിരിക്കും, നിയോപ്ലാസംസ് ആയിരിക്കും, പക്ഷേ സിസ്റ്റിക് ഫോമാണ് കൂടുതലും കേസിൽ നമ്മൾ കാണുന്നത്. ഇനി എക്സ്ട്രാ ഓഷ്യസ് വേരിയൻ്റ് എന്താണ്, 2/3 ഓഫ് എന്തായിരിക്കും, സിസ്റ്റിക് ആയിരിക്കും. ഈ എക്സ്ട്രാ ഓഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജിഞ്ചേവലും മറ്റും വരുന്നത്, അതിലും എന്തായിരിക്കും 2/3 എന്തായിരിക്കും, സിസ്റ്റിക് ഫോം ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ എറ്റിയോളജി അല്ലെങ്കിൽ പത്തോജെനിസിസും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഇത് അൺസർട്ടൺ ആണ്. വലിയ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സം ബിലീവ്സ് ആർ ദെയർ. സം ബിലീവ്സ് ഇതാണ്, ഇറ്റ് മേ ബി ഡിറൈവ്ഡ് ഫ്രം ഡെൻ്റൽ ലാമിന, മേ ബി ഡിറൈവ്ഡ് ഫ്രം റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം, അങ്ങനെയൊക്കെ കുറച്ച് ബിലീവ്സ് ഉണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് എന്താണ്, അൺസർട്ടൺ ആണ്, നമുക്ക് പക്ക എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 30 ഇയേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു തേർഡ് ഡെക്കേഡ് ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇതിന് താഴെയുള്ള ഡെക്കേഡ്സിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ടോ COC വരില്ല എന്നല്ല. COC ഏത് ഡെക്കേഡിൽ വേണമെങ്കിലും സംഭവിക്കാം. ഏത് ഡെക്കേഡിലുള്ളവർക്കും എന്ത് സംഭവിക്കാം, കാൽസിഫൈങ് ഒഡോന്റോജനിക് സിസ്റ്റ് വരാം. അതുപോലെ ദർ ഇസ് നോ ജെൻഡർ, സ്പെസിഫൈഡ് ജെൻഡറിന് കൂടുതലാണ്, അങ്ങനെയില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഓൾമോസ്റ്റ് സെയിം ആണ് സ്റ്റഡീസിൽ. ബിക്കോസ് ഇറ്റ്സ് എ വെരി റെയറസ്റ്റ് കണ്ടീഷൻ. ആക്ച്വലി റെയർ ആണ് ഈ നമ്മുടെ COC. പിന്നെ കുറച്ച് കേസസിൽ നടത്തിയ സ്റ്റഡീസിലാണ് ഇത് പലതും നമ്മൾ റിവീൽ ചെയ്യുന്നത്. ആ സ്റ്റഡീസിൻ്റെ ബേസിൽ പറയുമ്പോൾ അവിടെ ഒരു ജെൻഡർ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, എല്ലാ ഡെക്കേഡ്സിലും കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഓഷ്യസ് ലീഷൻ എടുക്കുവാണെങ്കിൽ മേ ബി 6th 8th ഡെക്കേഡ്സിലൊക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഏത് ഡെക്കേഡ്സിലും കാണും, ആവറേജ് ഒരു 30 ഡെക്കേഡ്സ് എന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. മാക്സിലയിലും മാൻഡിബിളിലും ലീഷൻസ് പ്രസൻ്റ് ആണ്. ടിപ്പിക്കലി ഇത് എവിടെയാണ് കൂടുതൽ കാണുന്നതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ യു ക്യാൻ സേ ഇറ്റ് മേ ബി ഇൻസൈസർ ഓർ കെനൈൻ റീജിയൻ എന്ന് നമുക്ക് പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സംടൈം ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഒഡോന്റോമാസ്, അഡിനോമറ്റോഡ് ഒഡോന്റോജനിക് ട്യൂമേഴ്സ് അസോസിയേറ്റ് ചെയ്ത് ഇത് കാണാറുണ്ട്. ഇനി എക്സ്ട്രാ ഓഷ്യസ് ലീഷൻ്റെ ഒരു ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. ജിഞ്ചേവയിൽ നോക്കുക, ഒരു റെഡ് കളർ സ്വെല്ലിങ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിഷൻ അല്ലേ ചെയ്യുന്നത്, കൺസർവേറ്റീവ് എക്സിഷനൊക്കെ ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. റേഡിയോഗ്രാഫിക് ഫീച്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് റേഡിയോലൂസൻ്റ് ഏരിയ ആയിരിക്കും. പിന്നെ അതിനകത്ത് എന്ത് കാണാൻ പറ്റും, ഇതുപോലെയുള്ള റേഡിയോ ഒപേക് ഫോസൈസ് നമുക്ക് കാണാൻ പറ്റും. കാൽസിഫൈഡ് ഏരിയാസ് ആണ്, ദാറ്റ് ഈസ് നോൺ ആസ് ഗോസ്റ്റ് സെൽ. ഓക്കെ, പിന്നെ മറ്റ് സിസ്റ്റിക് ലീഷനെ പോലെ തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്പാൻഡിങ് ടൈപ്പ് ആണ്, എക്സ്പാൻഡേൽ ആയിട്ടുള്ളതാണ്. ഇറ്റ് എക്സ്പാൻഡ് ചെയ്യും, ബോണി എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അഡ്ജസൻറ്റ് ഏരിയാസിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. ഓൾസോ എന്താണ്, അഡ്ജസൻറ്റ് ടൂത്ത് മൈഗ്രേഷനും അതുപോലെ തന്നെ അതിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സംഭവിക്കും അല്ലേ. അപ്പം ആ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ സംഭവിക്കാം. ദറ്റ് ഈസ് കോമൺ, നോട്ട് ആൻ അൺകോമൺ കണ്ടീഷൻ. ഓക്കെ, അപ്പം അത് തന്നെയാണ് സെയിം റേഡിയോഗ്രാഫിക് ഫീച്ചേഴ്സ്. ഗോസ്റ്റ് സെല്ലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ട്രീറ്റ്മെൻറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിസ്റ്റുകൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇനോക്ലിയേഷൻ ആണ്. സെയിം പ്രൊസീജിയർ, ഇനോക്ലിയേഷൻ, സർജിക്കൽ എക്സിഷൻ. സർജിക്കൽ എക്സിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻട്രാ ഓഷ്യസ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് സർജിക്കലി എക്സിഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്സ്ട്രാ ഓഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസർവേറ്റീവായിട്ട് ചെയ്യും. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും, ചില കേസുകളിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല, കോംപ്ലിക്കേഷൻ ഉണ്ടാവാം അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ അനുസരിച്ച്. സോ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതിപ്പോൾ റിമൂവൽ ഓഫ് ദ ട്യൂമർ ആണെങ്കിൽ, ഇതൊരു ട്യൂമർ സ്റ്റേജിലായ ഒരു ലീഷനാണ്. അപ്പോൾ ട്യൂമർ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, റിക്വയർ ബ്ലോക്ക് എക്സിഷൻ, സെഗ്മെൻ്റൽ റിസെക്ഷൻ ഡിപ്പെൻഡിങ് ദ സൈസ് ആൻഡ് അനാറ്റമിക്കൽ എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്തിനെപ്പറ്റി, COCയെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ക്ലാസ്സസിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമുക്ക് ഫുൾ ഒരു ഡെൻ്റൽ കരിക്കുലം ഫുൾ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഏത് ടോപ്പിക്കാണ് PSC വ്യൂവിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വ്യൂവിൽ ഇമ്പോർട്ടൻ്റ്, അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലില്ലാത്തത് നിങ്ങൾക്ക് ഏത് പോർഷൻസ് ഇന്ന ടോപ്പിക്ക്, ഇപ്പം അനാറ്റമി കവർ ചെയ്യുമോ, നമുക്കിങ്ങനെ കമൻസ് വരും, അനാറ്റമി അല്ലെങ്കിൽ ഫിസിയോളജി അങ്ങനെ കവർ ചെയ്യാൻ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പാടാം. പക്ഷേ അതേസമയം നിങ്ങൾ പറയാം ഇപ്പോൾ മാൻഡിബുലാർ നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ മാൻഡിബുലാർ നെർവിൻ്റെ അങ്ങനെയൊക്കെ ബ്രാഞ്ചസ് എന്ന് പറയാമോ, അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരുപാട് ലെങ്തി വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് കേട്ടാലും മനസ്സിലാവില്ല. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ഓടിച്ചു വിടുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് എടുക്കാനാണ്. അപ്പം ഇതിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എറ്റിയോളജി പറഞ്ഞു. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ഇൻട്രാ ഓഷ്യസ് ഉണ്ട്, എക്സ്ട്രാ ഓഷ്യസ് ഉണ്ടെന്ന് പറഞ്ഞു. റേഡിയോഗ്രാഫിക് ഫീച്ചേഴ്സ് നമ്മൾ ഷെയർ ചെയ്തു.
ദെൻ ട്രീറ്റ്മെൻറ്റ്, ഫൈനലി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ നിർത്തി. ഇനി നമുക്ക് ഇതുപോലെ ചില സിസ്റ്റുകളും അതുപോലെ സിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് നോക്കാം. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണും വരെ ബൈ.